വടക്കുകിഴക്കൻ സംസ്ഥാനമായ സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ടണൽ തകർന്നു വീണ് വൻ അപകടം. സിക്കിമിലെ നാംചി ജില്ലയിലാണ് കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കം തകർന്ന് അപകടമുണ്ടായത്. 10 പേരുടെ മരണം സ്ഥിരീകരിച്ചു. സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്ന തുരങ്കത്തിലാണ് അപ്രതീക്ഷിതമായി കൂറ്റൻ പാറക്കെട്ടുകളും മണ്ണും ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. തുരങ്കത്തിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയത്. നിരവധി തൊഴിലാളികൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി സിക്കിം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കുഴലുകൾ വഴി ഓക്സിജൻ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം. മണ്ണുമാന്തി യന്ത്രങ്ങളും ഭാരമേറിയ ഉപകരണങ്ങളും ഉപയോഗിച്ച് തടസ്സങ്ങൾ നീക്കം ചെയ്തു വരികയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. ദുരന്ത വിവരമറിഞ്ഞ ബന്ധുക്കളും പ്രദേശവാസികളും സംഭവസ്ഥലത്തേക്ക് തടിച്ചുകൂടുകയാണ്. മുൻപ് ഉത്തരകാശിയിൽ നടന്നതിന് സമാനമായ സങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിനാണ് നാംചി സാക്ഷ്യം വഹിക്കുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് സിക്കിം സർക്കാർ ഉത്തരവിട്ടു. സമയം വൈകുന്തോറും ആശങ്കയേറുന്ന നാംചിയിൽ നിന്ന് ദുരന്ത നിവാരണ സേനയുടെയും സിക്കിം സർക്കാരിൻ്റെയും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കായി രാജ്യം കാത്തിരിക്കുകയാണ്. അതേസമയം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രിയുടെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പ്രഖ്യാപിച്ചു. ജനം, ഡൽഹി.